ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് വൈശാഖ മാസം 6-ാം തീയതി വൈശാഖ മഹാത്മ്യം 6-ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. മുന്നേ കടലായി ശ്രീകൃഷ്ണൻ്റെ സ്തോത്രം. ഓം ശ്രീകൃഷ്ണായ നമ. കേരളക്കരയിൽ ഉത്തരാഗ്രഭുവി കോലഭൂവനുടെ തോഴനായി കൃഷ്ണഗാഥമിരചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലിൽ പാലഭൂതിലകമായി വിടുന്നൊരു ദേശമായ കടലായി വിടുന്ന പർവ്വത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. ഓം തത്സത്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ വൈശാഖ മഹാത്മ്യം 6-ാമത്തെ അധ്യായം. ഓം തത്സത്. അത ഷഷ്ഠോധ്യായഃ. ജ്ഞാനശ്ലോകം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം 6-ാം അധ്യായം. അത് ഷഷ്ഠോധ്യായഃ. ദാഹത്താൽ വരും വഴി പോക്കർക്കു ജലദാനം ദേഹികൾ ചെയ്താൽ തയ്യർ യോഗിനീലവൻ കവിക്കുമിന്നു നൂനം ഗൃഹിപ്പാനു കഥ ക്ഷണിക്ക മഹാബലി ചൊല്ലുവാൻ ചുരുക്കി ഞാൻ. ഇക്ഷാകുവംശി ഹേമാങ്കധനെന്നൊരു പുമാൻ ഇക്ഷിതി തലേ മുന്നമൊരു ഗോപാലനുണ്ടായി. തക്ഷണം സർവവിവക്ഷാവഹേ ബഹുചേത്ര ദക്ഷനായി നാനാവനി രക്ഷിച്ചു വാണാഞ്ചലം. നക്ഷോണി കണികകൾ അഭിതൻ ബിന്ദുക്കളും നക്ഷത്രഗണങ്ങളും എത്രയുണ്ടെന്നാലത്ര മേദിനി ദേവന്മാർക്കു ബോധാനം ചെയ്തു തത്ര മേദിനി സർവം മൂടി ദർഭയും യഥാക്രമായി ഭൂമിഗോതില ഹിരണ്യാദികൾ ബഹുവിധം പ്രജാതികൾക്കു ദാനം ചെയ്തു. ജലദാനത്തെ ഒഴിഞ്ഞൊക്കവേ ദാനം ചെയ്തു. വില കൂടാതെ ജലം സിദ്ധിക്കുമെന്നോർക്കയാ. ബ്രഹ്മനന്ദനായ വസിഷ്ഠ മഹാമുനി ധർമ്മദാനാദി ഫലം ഉപദേശിച്ച ശേഷം പാനീയദാനം ബഹുമാനിച്ച് അവനീശൻ നാനാദിക്കിലും ജലം സിദ്ധിക്കുമെന്ന് മുദ്ര. ദരിദ്രീ സുരരംഗീനരാമവരെയും ദരിദ്രനാഥന്മാരെയും വ്യാധിജനരെയും അജസ്രം ഭജിച്ച വ്യക്തികളെ ദാനം ചെയ്തു. മതി തീരാതെ ധരിച്ചിരുന്നരകതേ. ശ്രോതിയന്മാരായ ധർമ്മപാരകന്മാരായ ബുദ്ധ തത്വജ്ഞന്മാരായുള്ള വിദ്വാത്മാക്കളെ നിത്യം സകല ജനങ്ങളും പൂജിക്കുന്നതുമൂലം സുഖമേ വസിച്ചിടും ദുഃഖമില്ലവർക്കേനും. ദുഃഖിതന്മാരെ കുറിച്ചേറ്റവും കൃപ വേണം ഉൾക്കാണ്ടിലെന്നും നിനച്ചു മഹാമതി ഭൂവൻ. ദീനരാജനങ്ങൾക്കു ബഹുമാനങ്ങൾ ചെയ്തു. മനുഷ്യനാഥൻ ജന്മം കഴിച്ചോരനന്തരം ഉദകദാനം ചെയ്തിടായകയാൽ അവൻ പിന്നെ ചാതക പക്ഷിയായി ജനിച്ചു 3 ജന്മം. രുദ്രനായി പിറന്നൊരു ജന്മവും കഴിച്ചവൻ സപ്തജന്മങ്ങൾ പിന്നെ ശാന്തനായി പിറന്നിതു. വ്യാധിതൻ മുപൻ പിന്നെ ശ്രുതകീർത്തിയായുള്ള മിഥിലാധിപനുടെ സപനേന്ദ്രതോളിയിൽ ഗ്രഹഗോധികാജന്മം ഭവിച്ചു. കിടാദികൾ സഹിതം ഭുജിച്ചൻ 38 വത്സരം.
അന്നൊരു ദിനം മുനി ശ്രേഷ്ഠനാം ശ്രുതദേവൻ വന്നിടൂ മിഥിലാപു ബാലക മൃഗം തന്നിൽ ധന്യനാമ്യേ ചെന്നു മാമുനിയുടെ കാൽ കഴുകിച്ചു ഭക്യ തൽപാദ തീർത്ഥം തന്റെ ശിരസിൽ കളിച്ചപ്പോൾ കെൽപ്പോടങ്ങൊരു തുള്ളി മൃഗഗോതികയുടെ തരസാമിനി തന്നിൽ ഏറ്റപ്പോൾ പൂർവജന്മ സ്മരണയുണ്ടായി വന്നു മൃഗഗോതികയ്ക്കുള്ളിൽ കഴിഞ്ഞ ജന്മ ദുഃഖമൊക്കെ കണ്ടകം കാമ്പിൽ വെളിഞ്ഞ വീതിയോടെ ഭവന ഗോതിയേറ്റം കരഞ്ഞു താപം പൊറാഞ്ഞ മുനിവരനോടു നിറഞ്ഞ ഭക്തിയോടും പറഞ്ഞു കൊണ്ടാനേവം പാഹി മാം മുനി പരിത്രാഹി മാം മഹാമുനി ദേഹി മാം കൃപാലേശം കാരുണ്യവാരാന്വിതേ ജന്തുഭാഷിതം തപോ രാശി കേട്ടതു നേരം സാന്ത കൗതുകം പൂണ്ടു ചോദിച്ചു മുനിശ്രേഷ്ഠൻ എന്തു നിൻ താപമെന്നും ജന്തു നീയാരുന്നതും ബദ്ധമെന്തിവിടെ നീ അന്തവന്നതും ചൊൽക ഉപദേവനോ ഭവാൻ ദേവനോ മഹാമതി നൃപനോ ദാനവനോ ചൊല്ലു നീ പരമാർത്ഥം അതു കേട്ടേവം ശ്രുതദേവനോടുര ചെയ്താൻ മതിമാനുക്ഷാഭൂതൻ പുത്രൻ നൽകി അസംഖ്യം ഗോദാനവും അഖില യാഗങ്ങളും അസംഖ്യം ധനധാന്യ വസ്തുക്കൾ ദാനം ചെയ്തേ അങ്ങിനെ ദാനാദികൾ ചെയ്തു ഞാൻ മരിച്ചപ്പോൾ തിങ്ങിന ഗതോർ മുന്നേ ജന്മപാതകമായി രുദ്രനായൊരു ജന്മം കഴിച്ചേനത്രയല്ല വർദ്ധിച്ചേനേഴു ജന്മം കുക്കുരനായി ദേഹം ക്രോധിയായി ബഹുകാലം ഉണ്ടത്രമേ വീടിനെ ബോധയിലിടും തവ പാദതീർത്ഥങ്ങളേറ്റു ബോധവും എനിക്കുള്ളിൽ ഉദിച്ചേൻ ബുധോത്തമ സാധുസേവയാലേവം വന്നുകൂടിടുമല്ലോ സുഹൃതമനവധി ചെയ്തുള്ളോരെനിക്കേവം വികൃതിയായ ജന്മം ഉണ്ടാവാനെന്തു ബന്ധം സകല ദുഃഖം തീർത്തു കൃപയാ രക്ഷിക്കമാം സകല ഗുണാബുദ്ധി സതതം നമോസ്തുതേ ഇത്തരം ഗോദീകിരം കേട്ടു മാമുനി ശ്രേഷ്ഠൻ ഉത്തരമവനോടു പാട്ടു ചൊല്ലിനാനേവം ജ്ഞാനലോചനം കൊണ്ടു കണ്ടിതു ഭവാനുടെ ന്യൂനത ചൊല്ലിടുവൻ കേട്ടാലും തെളിഞ്ഞു നീ വൈശാഖേ വാരീദാനം ചെയ്യായിക മൂലം ഭവാൻ ക്ലേശമാർന്നൊരു ചാതക ജന്മത്രയം സൽപാത്രമറിഞ്ഞു ദാനം ചെയ്തിടായ മൂലം കേൾപ്പാർന്നു ദുഃഖമനുഭവിപ്പാൻ ഇടിയടോ ഭസ്മിയിലെല്ലാരും ഹോമിക്കുമെന്നു കണ്ടു പിന്നെ മറ്റന്യൻ ഭസ്മം തന്നിൽ ഹോമിച്ചിടുകിൽ ദഹിച്ചിടുകില്ല ഫലവും അതീനില്ല ഗ്രഹിക്കാമതം ഇനിയും ചൊല്ലാമെടോ ഉള്ളത്തിൽ കൃപാഹീനന്മാരുണ്ടെന്നാലേകൻ ഉള്ളലിയാതി വൃക്ഷം നശിക്കുമാറുണ്ടോ ചൊൽ എല്ലാരും തുളസിയെ പൂജിക്കുമെന്നോർത്തേകൻ ചൊല്ലേറും ഫലാദികൾ പൂജിച്ചാൽ മതിയാമോ വേദാന്ത ശാസ്ത്രവിദ്യരായി ജ്ഞാനികളായി ബോധിതാനന്ദ തപോനിഷ്ഠയാവാണിയെന്നു വിഷ്ണുരൂപികളാകും വിപ്രരെയൊഴിഞ്ഞു നീ കശ്മലന്മാർക്കു മഹാദാനം ചെയ്തതു ചിത്രം ജ്ഞാനികൾക്കിഷ്ടം വിഷ്ണു ഭഗവാൻ തന്നെയല്ലോ ജ്ഞാനികൾക്കിഷ്ടം തന്നെ ഭഗവാൻ തനിക്കിഷ്ടം വിഷ്ണുവാം ഭഗവാനെ പൂജിച്ച ഫലത്തേക്കാൾ വിഷ്ണുഭക്തനാം ജ്ഞാനി പൂജയ്ക്കു ഫലമേറ്റം അന്ധന്മാർ കോടി ജനമൊന്നിച്ചു നോക്കിയിടിലും എന്തതിൻ ഫലം വഴി കാണുമാറില്ലയല്ലോ അവണ്ണം 100 കോടി യജ്ഞന്മാർ കൂടിയിടിലും ചൊവ്വിടും പുരുഷാർത്ഥം കാണുമാറില്ല നൂനം ചൊല്ലേറും തീർത്ഥങ്ങളും പൃഥ്വി ദേവന്മാരും അങ്ങില്ല സംശയം ഏതും കാലത്താൽ ശുദ്ധി നൽകും സാധുസംഗതി കൊണ്ടു തൽക്ഷണേ പാപം നീയും ബോധവും ഉണ്ടായി വരും സകല ജനങ്ങൾക്കും സാധുസേവയാലെങ്ങും ആദിയുണ്ടായി വന്നിട
സാധുദർശനം സുധാ പാനത്തിനൊക്കുമല്ലോ. സാധുസേവയും ജലദാനവും ചെയ്യായികയാൽ ബോധഹീനനായി ജന്മം ഈ ദൃശ്യം വന്നൂരവ. ദുഃഖിതനായ തവ വൈശാഖേ മയാഹൃതം മുഖ്യമാം കിഞ്ചിൽ പുണ്യം തരുവൻ വാങ്ങിക്കൊള്ളി എന്നരുൾ ചെയ്തു. ചമനാദികൾ ചെയ്തു പിന്നെ മാധവേയൊരു ദിവസംഭൂദേവന്മാർ കന്യൂന്യം വാലിദാനം ചെയ്തുള്ള മഹാഫലം എന്നിരാവരനെയും തന്നുള്ളിൽ സ്മരിച്ചുടൻ സാധുസത്തമാനേവം ദാനം ചെയ്തൊരു ശേഷം ഗോതിയുമദ്ദിവ്യവേഷം കൈക്കൊണ്ടു വിളങ്ങിനാൻ. പ്രീതിയായി മഹാമുനി ശ്രേഷ്ഠനായി സാഷ്ടാംഗമായി വന്നു വീണുടൻ നമസ്കരിച്ചേറ്റവും സ്തുതി ചെയ്താൻ. സർവഭൂഷണ വസ്ത്രാദലങ്കാരങ്ങളോടും ദിവ്യമാം വിമാനവും അവിടെ കാണാൻ വന്നു. താപസാജ്ഞയാ ദിവ്യയാനവുമേറി പിന്നെ താപങ്ങൾ നീങ്ങി ദേവലോകത്തെ പ്രവേശിച്ചു. ദിവ്യഭോഗങ്ങളോടും 10,000 വർഷം ദേവലോകത്തു സുഖിച്ചിരുന്നു. പിന്നെയവൻ സപ്താശ്വകുലത്തിങ്കൽ കാകുസ്ഥാത്മജനായി സപ്തദീപാദിയും അടക്കി വാണാനല്ലോ. മഹത്വമേറും ദാന കാലാധികർമ്മ ഫലം ഗ്രഹിച്ചു മുനി വശിഷ്ഠനു മുതാ. മാധവ മാസവ്രതാനുഷ്ഠാനം ചെയ്തു ഭക്യ മാധവ ലോകം പ്രാപിച്ചിരിനാൻ അനുകൂലം. യശസ്സും ധനാദിയും ആയുസ്സും സിദ്ധിച്ചിടും വിശദമതേ വൈശാഖവ്രതം അനുഷ്ഠിച്ചാൽ. വിഷ്ണു സായുജ്യം തന്നെ സിദ്ധിക്കും മന്ധ്യകാലേ. കൃഷ്ണ ഗോവിന്ദ ഹരേ പിന്നെ മറ്റെന്തു കാര്യം. അധ്യായമാറും ചൊന്നീൻ ഹരിഗോത്തമ ചിത്തകൗതുകത്തോടു കേട്ടാലും കഥശേഷം. ഓം തത്സത്. ഇതി വൈശാഖമഹാത്മ്യേ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീ വിഷ്ണു ഭുജംഗപ്രയാഗം ശങ്കരാചാര്യ വിരചിതം.